വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 6 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കണ്ണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കണ്ണ് ശരീരത്തിന്റെ വിളക്ക് എന്ത് നാം മനസ്സിലാക്കണം. ജീവിത യാഥാർത്ഥ്യങ്ങളോട് യേശു ചിലപ്പോൾ മനഃശാസ്ത്രപരമായ സമീപനം സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, കണ്ണാകുന്നു നിങ്ങളുടെ വെളിച്ചം എന്ന് പറയുമ്പോൾ അത് വാച്യാർത്ഥത്തിൽ നാം മനസ്സിലാക്കുക എന്നതിനേക്കാൾ ഭാവാത്മകമായി നാം അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ മനോഭാവങ്ങളെ ഉദ്ദേശിച്ചാണ് എന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല. വ്യത്യാസപ്പെട്ട മനോഭാവങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ് മനുഷ്യർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാമാന്യ രീതിയിലെ 4 തരത്തിലുള്ള മനോഭാവങ്ങളെ മനഃശാസ്ത്രപരമായൊരു സമീപനത്തിലൂടെ നമുക്ക് വേർതിരിച്ചെടുക്കാം എന്ന് തോന്നുന്നു. അതിൽ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടതാണ് ഐ ആം നോട്ട് ഓക്കെ ആൻഡ് യു ആർ നോട്ട് ഓക്കെ. ഞാനും നീയും ശരിയായിട്ടുള്ള രീതിയിലല്ല പോകുന്നത്. തീർത്തും നിഷേധാത്മകമായിട്ടുള്ളൊരു മനോഭാവമാണ്. ക്രിയാത്മകമായിട്ട് നമുക്ക് വളരെ ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഭാവാത്മകമായിട്ട് ആ ജീവിതത്തിൽ നിന്ന് കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കാനില്ല. രണ്ടാമത്തെ ഒരു വിഭാഗത്തിൽപ്പെട്ട മനോഭാവമാണ് ഐ ആം നോട്ട് ഓക്കെ ബട്ട് യു ആർ ഓക്കെ. ഞാൻ ശരിയല്ല എന്ന് വരികിലും ഞാൻ എന്നിൽ സംതൃപ്തനല്ല എന്ന് വരികിലും നീ ശരിയായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അത് എന്നിൽ ഉണ്ടാക്കാനിടവരുന്നത് ആത്മവിശ്വാസത്തിന്റെ അഭാവമാണ്. എന്നിൽ എനിക്ക് തന്നെ വിശ്വാസക്കുറവ്. അത് എന്നിൽ ഉണ്ടാക്കാനിടവരുന്നത് ഒരു നിരാശാബോധം, പിൻവലിയലിൻ്റെതായിട്ടുള്ള ഒരു ജീവിതവൃത്തി, വളരെ ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ആ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുക വയ്യ. മൂന്നാമത്തെ ഒരു തരം മനോഭാവമുണ്ട് ഐ ആം ഓക്കെ ബട്ട് യു ആർ നോട്ട് ഓക്കെ. അതൊരു ന്യായീകരണത്തിന്റെ നീതീകരണത്തിന്റെ മനോഭാവമാണ്. ഇവിടെ മറ്റുള്ളവരെ വിമർശിക്കുന്നതിനും വിവാദങ്ങൾക്കും ഒരുപാട് അവസരങ്ങൾ കണ്ടെത്തുന്നു. മറ്റ് സാഹചര്യങ്ങളെ വിമർശിക്കാനും വിവാദങ്ങൾ ഉയർത്താനും ജീവിതത്തിൽ വളരെ സമയം ചെലവഴിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു തരത്തിലെ നീതിമാനാണ്. അങ്ങനെ വരുമ്പോ സമൂഹത്തിലെ അത് യോജിപ്പോടുകൂടെ സഹകരണ മനോഭാവത്തോടുകൂടെ മുന്നോട്ട് പോയി ക്രിയാത്മകമായിട്ട് അധികമൊന്നും ആ വ്യക്തിക്ക് ചെയ്യാൻ ആകാത്ത സ്ഥിതി വിശേഷത്തിലേക്ക് വരും. നാലാമത്തെ തരം ഒരു മനോഭാവമുണ്ട് ഐ ആം ഓക്കെ ആൻഡ് യു ആർ ഓൾസോ ഓക്കെ. ദൈവത്തിന്റെ അനുഗ്രഹത്താലും മറ്റുള്ളവരുടെ സഹായത്താലും സാധിക്കുന്ന രീതിയിൽ ഞാൻ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ ക്രിയാത്മകമായിട്ട് വിനിയോഗിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു താങ്കളും അതുപോലെ തന്നെ പരിശ്രമിക്കുന്നു. ഈ ഒരു മനോഭാവം പരസ്പര ആദരവിന്റെയും അംഗീകാരത്തിന്റേതുമായിട്ടുള്ള ഒരു മനോഭാവമാണ്. ഇവിടെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇവിടെ ഒരു തുറവിയുണ്ട്. ഇവിടെ വളർച്ചയും ഉയർച്ചയും കാത്തിരിക്കുന്നു. ഭാവാത്മകമായി
എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ നമുക്ക് ദർശിക്കാം. ഈ മനോഭാവം മറ്റ് 3 തരം മനോഭാവത്തേക്കാൾ ശ്രേഷ്ഠമാണെന്നും ജീവിതത്തില് എന്തെങ്കിലും ക്രിയാത്മകമായിട്ട് നടക്കാൻ ഇടവരുന്ന ഒരു മനോഭാവമാണ് അത് എന്നും മനസ്സിലാക്കാൻ ഇടവരും. മനോഭാവങ്ങളെ പറ്റി യേശു സംസാരിക്കുന്നതോടുകൂടെ ഇന്നത്തെ സുവിശേഷത്തില് യേശു വ്യക്തമാക്കുകയാണ്, നിങ്ങളിലുള്ള വെളിച്ചം അന്ധകാരമായി തീർന്നാൽ എത്രയോ ഭയാനകമായിരിക്കും ആ അന്ധകാരം. യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത് വ്യക്തികളിലുള്ള വിശ്വാസമാകുന്ന വെളിച്ചം എന്ന് നാം ധരിച്ചാൽ അത് തെറ്റാകണമെന്നില്ല. വിശ്വാസം ആകുന്ന വെളിച്ചം എന്ന് പറഞ്ഞാൽ അതിൽ ആത്മവിശ്വാസത്തിന്റെ അംശം കാണണം, അതിലെ അപരനോടുള്ള വിശ്വാസത്തിന്റെ അംശം ഉണ്ടാകണം, അതിലെ ദൈവവിശ്വാസത്തിന്റെ അംശവും അതിൽ പ്രതിഫലിക്കണം. ഇങ്ങനെ വിശ്വാസത്തിന്റെ ത്രിമാനങ്ങളുടെ സംഗമം വ്യക്തികളിൽ ഉണ്ടാകുമ്പോ അത് യഥാർത്ഥത്തിൽ വ്യക്തികളെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഒരു ഊർജമായിട്ട് ഭവിക്കും. അപ്പോ വിശ്വാസമാകുന്ന ഈ വെളിച്ചം, ആത്മവിശ്വാസവും ദൈവവിശ്വാസവും അപരനിലുള്ള വിശ്വാസവുമാകുന്ന ഈ വെളിച്ചം കെടാതെ മങ്ങാതെ നാം ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട് എന്ന് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് കെട്ടുപോയാൽ മനുഷ്യൻ ജഡത്തിന് തുല്യമായി. അത് സൂചിപ്പിക്കാൻ കൂടെ യേശു പറയുന്നു, ആ അന്ധകാരം ഭയാനകമായിരിക്കും. അതിൽ നിന്ന് നന്മയായിട്ടുള്ള ഭാവാത്മകമായി ക്രിയാത്മകമായി എന്തെങ്കിലും പ്രതീക്ഷിക്കാവുന്നതല്ല. അതുകൊണ്ട് തന്റെ അനുയായികളായ നമ്മോട് യേശു ഓർമ്മിപ്പിക്കുകയാണ്, വിശ്വാസമാകുന്ന വെളിച്ചം, ആ വെളിച്ചത്തിന്റെ ത്രിമാനങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി ആത്മവിശ്വാസവും അപരനോടുള്ള വിശ്വാസവും അവയുടെ പൂർണ്ണതയിൽ എത്തുന്ന ദൈവവിശ്വാസവും കൂടി സമഞ്ജസമായി സമ്മേളിപ്പിച്ച് നാം ഊർജ്ജസ്വലരായി മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യം, അത് നിരന്തരം പരിപോഷിപ്പിക്കാനും അത് നിരന്തരം പ്രസരിപ്പിക്കാനും നമ്മുടേതായിട്ടുള്ള ജീവിതം ഉപകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ സുവിശേഷം നമുക്ക് ഉത്തേജനം പ്രദാനം ചെയ്യട്ടെ.